അപ്പൊ എന്താണ് ഇന്നത്തെ പരിപാടി? നമ്മള് മൂസി മയക്കുമരുന്ന് തൊട്ട് നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓനെ നല്ല രീതിയിലേക്ക് മാറ്റണം. അപ്പൊ അതിന്റെ ഒരു ആഘോഷം. ഇവിടെ കൊറേ നോമ്പുണ്ടോ? നമുക്ക് ഏതെങ്കിലും ഒന്നിനെ കൂടെ കൂടിയല്ലേ? ഓ നോക്കൂ ഗൈസ്, മൂക്കുത്തി കിടക്കണ്. താറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയാന്ന് തോന്നുന്നുണ്ട്. ബീച്ചില് നോമ്പറക്കാൻ വന്നുണ്ടോ? നോക്കുമ്പോ ഇവിടെ ആകെ നോമ്പറപ്പിക്കല്. പറഞ്ഞേ നോമ്പറക്കാൻ വേണ്ടിട്ട് വന്നത് ചെറിയ സെറ്റപ്പില്. ബീച്ചിൽ നോമ്പറക്കാൻ വന്നപ്പോ ബീച്ചിലെ ആകെ നോമ്പറ. പിന്നെ സീനി ലൈറ്റൊക്കെ ഇട്ടുണ്ടോ? അതിന് ആളൊന്നുമില്ല. ഒന്ന് നമുക്ക് ആ ലൈറ്റ് ഇട്ടെടുത്ത് കയറിയിരിക്കാം. ഇത് വ്ളോഗാണ്. ഫുൾ വീഡിയോ ഉണ്ടോ? പാപ്പി ഇരിക്കുന്നുണ്ട്. അതെ, പച്ചക്കറി ഫ്രൂട്ട്സും പച്ചക്കറിയും കഴിക്കാൻ പോകുന്നുണ്ട് പാപ്പി. മതി മതി, ഞാൻ പോയിട്ട് എടുക്കാം. ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ചെറിയ സെറ്റപ്പിലുള്ളൊരു നോമ്പ്. ക്യാമറ നോക്കടാ. ലോകത്തിലെ തന്നെ ഏറ്റവും ശുദ്ധമായ വെള്ളത്തിലാണ് നമ്മ ഫ്രൂട്ട്സ് കഴിക്കി വന്നേക്കണത്. ലോകത്തിലെ തന്നെ ഏറ്റവും ശുദ്ധമായ വെള്ളത്തിൽ കഴിക്കുന്നത്. ഇത്ര ശുദ്ധമായ വെള്ളം ലോകത്ത് വേറെ എവിടെയും കിട്ടും. റമദാനിലെ നമ്മള് ആദ്യത്തെ സമൂഹ ബീച്ച് നോമ്പുതറാണ്. കുഴപ്പമില്ല, റാത്തായി പോയാൽ മതി. ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ആർഭാടത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്തിനാണ് ഇപ്പൊ ലൈറ്റ്? നമുക്ക് നാച്ചുറൽ ആയ കാര്യങ്ങളും അതൊക്കെ മതി. മറ്റുള്ളവരെ പോലെ ആവണമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. നമ്മളെ പോലെ കണ്ടിട്ട് നമ്മളതിനെ ചെയ്യാം. കടിച്ചു കൊടുക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ജ്യൂസ് ആക്കിയല്ലേ? അല്ല, കാണാൻ നല്ല കളർഫുൾ ആയിട്ട് ഇരിക്കട്ടെ വിചാരിച്ചിട്ട്. പച്ച അത് അരിഞ്ഞ രസം ഉണ്ടാവണ. ഇത് കഴിഞ്ഞ നമുക്ക് കത്തി കഴുകിട്ടുവാ കടലിൽ. കത്തി കഴുകണോ? സോസ് സോസ് ഒരിക്കലും 6 മണിക്ക് 6:40 വാങ്ങിക്കാം. ഒരിക്കലും ഞാൻ സോസൊക്കെ മേടിച്ചിട്ട് നമ്മള് ആ കുരുകളെ അത് അവിടെ കളയില്ലട്ടാ, വേറെ തീക്കളെ. അരി 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 എന്താ മത്തങ്ങ ലക്ഷ്യമാം കുട്ടി സമ്മതിച്ചില്ല നോമ്പറക്കല്ലോ മാട്ടാ. വീഡിയോ എടുക്കാൻ അത് ലാസ്റ്റ് തക്കനത്ത് അത് ഞാൻ എന്താ ഇത്ര തിന്നില്ല ആൾക്കാർ. മുംബൈയുടെ എന്താണ് ടാക്ടിക്കൽ പോളിടെക്നിക് സാധനത്ത് എന്താ പറഞ്ഞേ? വേണോ? ആ ചോയ വേണം, പച്ച ചോയ വേണ്ടേ? ഹായ് ഗായ്സ്, പാപ്പിയുടെ ഒറ്റ എന്താ പറയാ നിർബന്ധം കൊണ്ടുണ്ടായ ഒരു നോമ്പ് പറയണത്. കഠിനമായ അധ്വാനം മൂസി മറ്റേ ഭാരവാഹികളെ എല്ലാവർക്കും പോലെ പാക്കറ്റ് എങ്ങനെ ഇരിക്കും? ഇൻഡോടെ ഇരിക്കുന്ന ഞാൻ മേടിച്ചിട്ട് പാക്കറ്റ് ആണ്. അവിടെ ആരില്ല മറ്റേ അത്താഴത്തിന് വേണ്ടിട്ട് മേടിച്ചാ. എടാ, ഓന്റെ കുട്ടി സമ്മതിച്ചില്ല നോമ്പറക്കലിൽ പോവാനേ. അത് കാരണമാണ് വീഡിയോ വരാത്തത്. അവസാനം വിളിച്ചു നോക്ക് ഫോട്ടോ വെച്ചിട്ട്. വീഡിയോ
എന്ത് വൃത്തിയിലാണ് എംബായി കട്ട് ചെയ്യണത്. വേറെ ആരും സഹായിക്കും. ഈ പാപ്പിയൊക്കെ എന്തിനാ ഇവിടെ വന്ന് നിൽക്കണത്? എന്തെങ്കിലും കട്ട് ചെയ്തോക്കെ പാപ്പി. ചെറുത് 10 രൂപ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിട്ട് എല്ലാം വേണ്ട. സ്റ്റാറ്റസ് ഒന്നും വേണോ നടത്തം നടക്കണേ പിന്നെ അങ്ങോട്ട് കളിയാക്കണേ. അല്ല അതിലിട്ടോ അടുത്ത കട്ട് ചെയ്യുമ്പോ അപ്പളും കുറിച്ച് കട്ട് ഇതാക്കണ്ടേ വെള്ളം അവർ അവിടെ അരിയലിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യ കാട്ടണേ? അവിടെ ഒരുത്തന്നൊന്ന് കുറുകെ നോക്കി കണ്ട ആൾക്കാര് ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ ഒരാള് കെട്ടണ കണ്ട്. എടാ ഞങ്ങള് നോമ്പറക്കാൻ 2 ഗസ്റ്റിനെ വിളിച്ചിട്ട് വരാം. നമുക്ക് ആ ഗസ്റ്റിനെ വിളിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ റമദാൻ മാസത്തിന്റെ കൂലി പിന്നെ നോമിന്റെ കൂലി കൊണ്ട് പോവും. പിന്നെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് വെള്ളല്ലേ, ധൈര്യമായിട്ട് ഒതുർത്തു. എല്ലാവർക്കുള്ള സംശയമാണ് കടൽ വെള്ളത്തിൽ ഒതുകൊടുക്കാൻ പറ്റുമെന്ന്. ഡെഫിനറ്റ്ലി പറ്റും. കാരണം സംബന്ധിച്ചാല് പണ്ട് ഈ കപ്പലിലൊക്കെ യുദ്ധത്തിന് പോണ സമയത്ത് സ്വാഭിമാരൊക്കെ കടലിൽ നിന്ന് ഒതുർത്തി കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഒതുർത്തോ. കുറച്ച് ഇറങ്ങിന്നോ. ബാക്ക് വേണ്ടടാ. എടാ കക്കരിക്ക ഒന്നുള്ളത് പോലെ ഇട്ടെ. കക്കരിക്ക് പച്ചവെള്ളം നമ്മളതിൽ പോ. അതുകൊണ്ട് കടൽ ഒഴുകി കൊടുത്തു. എവിടെ വെള്ളം? ഈ പണ്ടത്തെ കാലത്ത് സഹാബികളൊക്കെ കപ്പലിൽ യാത്ര ചെയ്തിരുന്നപ്പോ ഒന്നുറുത്തി കഴിഞ്ഞത് കടലിൽ നിന്നാണ്. ഇല്ല, കപ്പലിൽ കുടിവെള്ളം മാത്രം. അത് ഞാൻ ഇന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അവിടെ പോയിട്ട് ഒന്നുറുക്കാൻ പറ്റില്ലേ? എവിടെ ഞാൻ ആൾക്കാരെ കാണിക്കണമല്ല. എടപ്പ സുനാമി എന്നാ ഞാൻ എന്തുള്ളത്? അപ്പൊ എന്തായാലും സ്വന്തം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിസ്കരിക്കാലോ. ആകെ നനഞ്ഞു സദ്യ ഇറങ്ങും. ഇനിയിപ്പോ എന്താ നിങ്ങളെ തല്ലും ഞാൻ അതാനോട് വിരിച്ചു കഴിഞ്ഞാൽ ആകെ മണ്ണാക്കോ. ഞാൻ നിന്നോ പറഞ്ഞോട്ടോ. ആ വേണ്ട കൊന്തല കൊടുത്തല്ലേ ഇല്ല. അപ്പൊ കുറച്ച് നെഗറ്റീവ് ഉണ്ടായിട്ട് നിസ്കരിക്കാൻ കുറച്ചേരം ഓഫാക്കി കിടക്കാൻ പറഞ്ഞു. നിസ്കരിക്കട്ടെ. ആപ്പിളരി നിമ്പായും സാധും സാധു ഒന്ന് മോസിറ്. ഓക്കെ ഓക്കെ. പറക്കണേ. സങ്കടം തീരുന്നു. എപ്പറിയാനാ ആരുണ്ടാവില്ല വെച്ചിട്ട് എന്തെന്ന് നോക്കുമ്പോ ഇവിടെ ആകെ ആൾക്കാര് ഒന്ന് നോക്കി. റിച്ച് സെറ്റപ്പ്. നമ്മള് സിമ്പിള് നോമ്പുതറ, അതായത് ആർഭാടങ്ങളൊന്നും കാണിക്കാതെ സിമ്പിൾ ആയിട്ട്. എന്താടാ വഴി ആ വടി ഉണ്ടോ? ഇവർക്ക് അതൊന്നും പരവ് തിരുന്നൂടെ? ആ മടലെടുത്ത് അതിന്റെ മുകളിൽ വെക്ക്. 6:40. എന്തത് നിറം മാറണ ട്രോളാ? റോളാ? എത്ര കളറാ അത്? ആ കൊണ്ടുവരാ.
ചെറിയ സെറ്റപ്പ്. ഇരിക്കല്ലേ, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. എടാ മഴക്കാറുണ്ട് കേട്ടോ. മഴ ഉണ്ട്. മഴ എന്ത് ചെയ്യും? ഞാൻ മനഞ്ഞുകൊണ്ട് തോന്നുന്നുണ്ട്. ഞാൻ നിക്കാലോ. അല്ല മലനോട് അസ്രസ്കരിക്കാനൊക്കെ ജന്മത്തിന് സംഭവം അടിയില് ഇരിക്കുന്ന ഭാഗം നല്ല ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് ഡീൽ ചെയ്ത് നല്ല അഭിപ്രായം പറഞ്ഞു. ഇത് സമൂസ, ഇത് കായ്ബജി, പൊട്ടോജി, പക്കോട. മാങ്ങാന്ന് വിചാരിച്ചു ചെക്ക് കാണിച്ചത് മത്തങ്ങ, ചക്കരവത്ത, മുന്തിരി, കറുപ്പ്, പച്ച, കക്കരിക്ക, ആപ്പിള്, ഡെയിലി ജ്യൂസ്, കലക്കി വെള്ളം. ഡെയിലി കമ്പനി പേര് പറയണേ, പ്രൊമോഷൻ നമുക്ക് പൈസ ഒന്നല്ലോ. ശരി. ആ ഡെയിലില്ലേ ജ്യൂസ് ഉദ്ദേശിച്ചത് പച്ചവെള്ള ഏതിലാ? വെള്ളം കളിക്ക്. വെള്ളം കൊടുക്ക്. ഒരു ചായ എടാ ഇത് പൊട്ടിക്കില്ലേ? ഞാൻ എപ്പോ പൊടിച്ചോ. വേണ്ടേ പത്തക്കം തരാം. അങ്ങനെയുണ്ട്. ജ്യൂസ് അടിക്കുന്ന സാധനം മേടിച്ചു. റാത്താണ് എന്തിനാ തൊണ്ടപൊടി കട്ടിയിട്ടാ പൊട്ടിച്ചാ എന്തോ പറഞ്ഞല്ലോ പാപ്പി, എന്താ പറഞ്ഞു? പൊട്ടിച്ചെന്ന് പറഞ്ഞേ. എല്ലാരും മുന്തി അടിക്കുന്ന സൗണ്ട് ഇവരൊക്കെ പറഞ്ഞിട്ടും അപ്പോ ഞാൻ പറഞ്ഞാണ് മാങ്ങോട്ട് വെച്ചാൽ നമ്മളെ നോമ്പുതറ പുരോഗമിക്കാണ്. ഷമാ ഇപ്പോൾ അജുവിന്റെ ബാക്കിയായിട്ട് വെച്ചിട്ടാണ്. പോത്തിന് കൊടുക്കാനുള്ള ബാക്കിയുണ്ട്. സംഭവം തെറ്റാണ്, കാര്യങ്ങൾ ഉഷാറാണ്. കുറച്ച് ബാക്കിയുണ്ടെങ്കിലും നമ്മളെ വയറ് ചെറുതായോണ്ട് ഇപ്പം ബാക്കി ഇരിക്കുന്നുണ്ട്. ബജു വെച്ചാൽ വീട്ടിൽ അല്ലേ? നേരത്തെ പോണം കിട്ടണേ. ആപ്പിൾ തിന്നാത്തത് അപ്പൊ നല്ല അലിട്ടാ നിന്നോളി. ആപ്പിൾ കണ്ടിടാ 150 രൂപ. ജനറേറ്റ് വേണമെങ്കിൽ ലോജിസ്റ്റിക് വിചാരിക്കണോ? നമ്മ ഇവിടുന്ന് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലേ,